എൻ നമ്പൂതിരി പുരസ്കാര സമർപ്പണം. അതിനെക്കുറിച്ചുള്ള പത്രസമ്മേളനമാണ്. പങ്കെടുക്കുന്നവർ ജയരാജ് വാര്യർ, എ എൻ നമ്പൂതിരി സാറിന്റെ മക്കളായിട്ടുള്ള ഡോക്ടർ ഗീതാനല്ലൂർ, മധുവാനല്ലൂർ, ഗാനരചയിതാവ് മധു സപ്തവർണ, ഗീതം സംഗീതത്തിന്റെ സെക്രട്ടറി ചിത്രകാരൻ സുമാന ചിത്രസത്ത. 40 വർഷക്കാലം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് എന്ന പേരിലെ സെന്റ് തോമസ് കോളേജിന്റെ ഓപ്പോസിറ്റ് വഴിയിൽ തലമുറകളെ പഠിപ്പിച്ച അധ്യാപകനായിരുന്നു എ പി നമ്പൂതിരി സാർ. ഇന്നിപ്പോൾ തൃശ്ശൂരിലുള്ള രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും കലാരംഗത്തും ബിസിനസ് രംഗത്തുമുള്ള ഒട്ടനവധി പ്രഗത്ഭരെ സൃഷ്ടിച്ച വളരെ വലിയ സംഭാവന നൽകിയ ഒരു വലിയ അധ്യാപകനായിരുന്നു നമ്പൂതിരി സാർ. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആളായിരുന്നു. ആദ്യകാല പുരോഗമന പ്രസ്ഥാനങ്ങളോടൊപ്പം സഞ്ചരിച്ച ആളായിരുന്നു. അധ്യാപനമായിരുന്നു മാഷത്തിന്റെ ഒരു മാർഗം. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് നടത്തുന്ന അവാർഡാണ് എ പി നമ്പൂതിരി പുരസ്കാരം. നമ്പൂതിരി സാറിന്റെ പേരിലുള്ള പുരസ്കാരം ഇതിനു മുൻപ് കൊടുത്തിട്ടുള്ളത് പരേതനായ ഗുരുനാഥൻ ചിത്ര നമ്പൂതിരിപ്പാട് സാറിനും, അതുപോലെ ഹരിശ്രീ സ്കൂളിന്റെ സ്ഥാപികയായിട്ടുള്ള നന്ദി ചന്ദ്രൻ എന്ന നന്ദി മിസ്സിനും, ശക്തൻ തമ്പുരാൻ കോളേജിന്റെ സ്ഥാപകനായിട്ടുള്ള അജിത് കുമാർ രാജിക്കും, എൻട്രൻസ് പഠന രംഗത്ത് കേരളത്തിന്റെ മാർഗദർശിയായിട്ടുള്ള പ്രൊഫസർ പി സി തോമസ് മാഷ്, ഇവർക്കാണ് ഇതിനു മുമ്പുള്ള അവാർഡുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ തന്നെ ഏകദേശം അതിൻ്റെ ഒരു ചിത്രം നിന്ന് പിടികിട്ടി കാണും. ചിത്ര നമ്പൂതിരിപ്പാടും നന്ദി മിസ്സും അജിത് കുമാർ രാജയും പി സി തോമസ് മാഷും ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമുക്കറിയാം. ഈ വർഷം ഈ അവാർഡ് നൽകുന്നത് വളരെ ബഹുമാന്യനായ അധ്യാപകൻ പ്രൊഫസർ എൻ ആർ ജയറാം മാഷാണ്. ജയറാം മാഷും തലമുറകളെ സൃഷ്ടിച്ച ഒരു അധ്യാപകനാണ്. സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്നു. ഫിസിക്സ് അധ്യാപകനായിരുന്നു ജയറാം സാർ. അതോടൊപ്പം തന്നെ അദ്ദേഹം അധ്യാപന രംഗത്ത് സെന്റ് തോമസ് കോളേജ് സേവനത്തിന് ശേഷം എൻട്രൻസ് രംഗത്തും ഒരുപാട് പേരെ പുതിയ തലമുറയിലെ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും അങ്ങനെ പ്രൊഫഷണൽസിനെ കണ്ടെത്താനും അവർക്ക് പരിശീലനം നൽകിയിട്ടുള്ള അധ്യാപകനാണ് ജയറാം സാർ. ഇത് പരിപൂർണമായും അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നൽകുന്ന അവാർഡാണ്. ഈ അവാർഡ് നൽകുന്നത് കേരളത്തിന്റെ അംബാസിഡർ, കലയുടെ അംബാസിഡർ ആയിട്ടുള്ള കഥകളി രംഗത്തെ പച്ച എന്ന് പറയാവുന്ന കലാമണ്ഡലം ഗോപിയാശാനാണ്. പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനും അധ്യാപകനായിരുന്നു, നമുക്കറിയാം. അദ്ദേഹം കഥകളി വിഭാഗത്തിന്റെ അധ്യാപകനായിരുന്നു. പിന്നീട് തലവനായി കേരള കലാമണ്ഡലം പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ ജയറാം സാറിന് എ പി നമ്പൂതിരി സാറിന്റെ പേരിൽ അവാർഡ് കലാമണ്ഡലം ഗോപിയാശാൻ നൽകുകയാണ്. ഈ വരുന്ന 25-ാം തീയതി സാഹിത്യ അക്കാദമി അവാർഡ് വെച്ചാണ്. ഈ പരിപാടിയോടനുബന്ധിച്ച് കഥകളി അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള വലിയൊരു കഥകളി ആസ്വാദകനും കഥകളി ക്ലബിലേക്ക് പ്രവർത്തകനായിരുന്നു നമ്പൂതിരി സാർ. അത് മാത്രമല്ല നാടകരംഗത്ത്, ആദ്യകാല നാടക രംഗത്തും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോപിയാശാൻ വരുന്നത് ആ ഒരു കഥകളിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ പരിചയമുള്ള അടുപ്പങ്ങളായിരുന്നു. നാടകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംഗീതം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള മേഖലയായിരുന്നു. അതുകൊണ്ട് നാടകഗാനങ്ങളും ആദ്യകാല നാടകഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മലയാളത്തിന്റെ പ്രശസ്തരായ ഗായകനും സംഗീത സംവിധായകനുമായ കല്ലറ ഗോപൻ നയിക്കുന്ന മധുരിക്കും ഓർമ്മകൾ എന്നൊരു സംഗീത പരിപാടി ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ മധുവാനൊരു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരിപാടി 4:30-ക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ചടങ്ങ് ആണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അതിൽ ഗാനസന്ധ്യ ചടങ്ങിന് ശേഷം നമ്മളൊരു 6 മണിയോട് കൂടി തുടങ്ങുന്നത് വിചാരിക്കുന്നു. അപ്പം അതിന് മുമ്പ് നമുക്ക് കലർ ഗോപൻ ഈണപ്പെട്ട ഒരു സീരിയൽ പ്രകാശനമുണ്ട്. അത് നമ്മളെ എഴുതിയിട്ടുള്ളത് മധു സപ്തവർണ എന്ന നമ്മുടെ പ്രശസ്ത കവിയാണ്.
അപ്പോൾ അതിനുശേഷം നമ്മൾ ഗാനസന്ധ്യയിൽ കലയുടെ ഗോവയിൽ നയിക്കുന്ന ഗാനസന്ധ്യയിൽ ഇന്ദിരേഖ വാര്യർ, കോഴ്സ് ജയരാജൻ, പിന്നെ സംയുക്ത, പിന്നെ ഡോക്ടർ ഗീത, അശ്വതി, ഗംഗ, ഇവരൊക്കെ പാടുന്നു. ബിനീഷ് എന്ന് പറഞ്ഞ കുറച്ച് ഗായകരുണ്ട്. ഇവരെല്ലാം കൂടിയാണ് ഈ നാടകഗാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഴയകാല സിനിമാ ഗാനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് 5ാമത്തെ അവാർഡാണ്. നമ്മളിത് കണ്ടിന്യൂറ്റി ആയിട്ട് കൊണ്ടുപോകണം തന്നെയാണ് വിചാരിക്കുന്നത്. അധ്യാപന രംഗത്തുള്ള പ്രശസ്തരായ ആൾക്കാർക്ക് ആണ് നമ്മൾ ഈ അവാർഡ് കൊടുക്കുന്നത്. ഈ നാടകഗാനം ജയരാജൻ പറഞ്ഞു, ആദ്യകാലത്ത് പുരോഗമന പ്രസ്ഥാനവുമായിട്ട് അച്ഛൻ കുറെ പണ്ട് നാടകവുമായും അതുപോലെ തന്നെ നാടകഗാനങ്ങളുമായിട്ട് അദ്ദേഹത്തിനുണ്ട്. കഥകളി, ഇതൊക്കെ ആ മേഖല ആയതുകൊണ്ടാണ് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇതിലേക്ക് ഇതിനെല്ലാവരും തന്നെ എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 5 വർഷമായി അധ്യാപകരെ ആദരിക്കപ്പെടുകയും ചെയ്യുക എന്ന് വലിയ കാര്യം തന്നെയാണ്. 5 വർഷമായിട്ട് കണ്ടിന്യൂസ് നടക്കണം. അത്തരം ഒരു വേദി ഈ ഒരു ഗാനം റിലീസ് ചെയ്യുക, 2 ഗാനങ്ങൾ, ഒന്നൊരു ഭക്തിഗാനമാണ് കൃഷ്ണന്റെ, മറ്റൊരു യുഗ്മഗാനമാണ്. ഒന്ന് പാടിയിരിക്കുന്നത് ശ്രീധരാജയുടെ മകൾ ശ്രീമതി ഇന്ദുരേഖ വാര്യരാണ്. മറ്റേ യുഗ്മഗാനം ഇന്ദുലേഖി നിഷാദും കൂടിയിട്ടാണ് പാടിയിരിക്കുന്നത്. കല്ലറ ഗോപൻ തന്നെയാണ് എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. എനിക്ക് എഴുതാനുള്ളൊരു ഭാഗ്യം കിട്ടി. അത്തരം വേദി ഈ ഒരു ഗാനം റിലീസ് ചെയ്തൊരു സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേളയിൽ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പഴയ സിനിമാ ഗാനങ്ങളും നാടകഗാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് മധുരയ്ക്ക് മോഹങ്ങളെ എന്ന ഒരു പരിപാടി കുറെ കാലമായി നമ്മൾ നാടകഗാനങ്ങളിൽ മാത്രമായിട്ടൊരു പ്രോഗ്രാം അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ അന്നായിരിക്കാണ് കല്ലറ ഗോപൻ നയിക്കുന്ന കല്ലറ ഗോപൻ ഇന്ദിരേഖ വാര്യരും മറ്റു ഗായകർ നേരത്തെ മധുരത്തിൽ എല്ലാവരും ഉൾക്കൊണ്ടുള്ള ഒരു ഗാനസന്ധ്യയാണ് നമ്മുടെ അവാർഡ് സമർപ്പണത്തോടുകൂടി ഒന്നിച്ച് ചേർക്കുന്നത്. എല്ലാവരും വരിക, എല്ലാവരും നേരത്തെ വന്ന് നമ്മളോട് സഹകരിക്കുക, മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക. ഓക്കെ, താങ്ക് യു.